ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. സോ ആദ്യമായിട്ട് എന്ത് അതെടുക്കാനോ അമ്മ വ്ലോഗ് എടുക്കുന്നല്ലേ? അത് താഴെ വെക്ക്. ശരി പൊന്നെ, ആരും മങ്ങല കഴിക്കണ്ട, അതാണ് നല്ലത്. കണ്ട. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് ഗൈസ്. എന്താ പറയല്ലേ, ഇന്നലെ നമ്മൾ രാത്രി കല്യാണത്തിന് പോയിട്ടുണ്ടായിന്. അങ്ങനെ ഇന്ന് പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്ന ചടങ്ങെല്ലാം ഉണ്ട്. സോ അവിടെ പോകുന്നില്ലത് റെഡി, നമ്മൾ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ഉമ്മാവും ചുമല റെഡി ആയിക്കോണുണ്ട്. അപ്പോഴത്തേക്ക് ഈ ചെക്കൻ റെഡി ആയിട്ട് വന്നിട്ട് കണ്ട ഈ കോലം കണ്ട നമ്മളെ പെരക്കൽ ഇങ്ങനത്തെതെല്ലാം ഉണ്ടാ. ഇത് ഒന്ന് ദുനിയാവ് എടുക്കാനായിട്ടുണ്ട്. പിന്നെ എന്താ പറയല്, എന്തെങ്കിലും പറയിക്ക, ഷോ കടിക്കാതെ നീ പറ, ഞാൻ കേക്കാം. ഐ വിൽ കേക്കൽ, യു വിൽ ടെൽ. മൂട് പോയി. ചോ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ട് ഇക്ക കഴിച്ചനാ, എന്തുകൊണ്ട് കഴിക്കാത്ത? കഴിക്കാൻ മറന്നുപോയി. അല്ലോ എനിക്ക് അറിയില്ലേ, കെട്ടിയോള് കൊടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് ഞാനേ ഉണ്ടല്ലോ അച്ഛമ്മനോട് പറഞ്ഞ ടേബിളിൽ പോലും വെച്ചിന്. എനിക്ക് വേണേ എനിക്കൊരു ഗ്ലാസ് ചായ, എത്ര ചായ കുടിക്കുന്ന അറിയാം, കുടിച്ചാലും തെയ്യാത്ത ഒരു ചായ കണ്ടുപിടിച്ചവരായിരിക്ക. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ റിട്ടേൺ അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മ എന്താ പറയല്, ഞാൻ കഴിച്ച കാരണം എന്താ വെച്ചെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോയെങ്കിൽ കഴിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് അങ്ങനെ എന്താ നമ്മളെ കുഞ്ഞിന്റെ ഓന്ന് കേട്ടത് ഒരാരുമില്ല, മധുരണ്ടല്ലോ. അങ്ങനെ അതിന്റെ എക്സ്ട്രാ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട്. എന്തിക്കാ അയനു നിക്കെന്ത് പറയാനുള്ളത് ഗൈസിനോട്? എന്ത് മറന്നാലും ഇത് മറന്നാ ഞാനല്ല. ഇത് ലിപ്സ്റ്റിക് വേണോ നമ്മളെ പെണ്ണുഞ്ഞേട്ടാ? ഓപ്പൺ ആക്കിട്ട് തന്നെ ഇടുന്നില്ലത്. ഓപ്പൺ ആക്കണത് നേരത്തെ നമ്മൾ റെഡി ആകുമ്പോണ്ടല്ല എങ്ങനെ കണ്ടതെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേക്ക് ഉണ്ടല്ല അമ്മി എനിക്ക് ഈടിടണം, ഈട് ഞാൻ ജസ്റ്റ് കൈയോടെ ഇതാക്കി. അതല്ല ഇതെടുക്കും, പാത്രം എടുക്കുന്നു എന്ന് ഐശോടെ പാലറ്റ് എടുക്കണം. പാലറ്റ് എന്നിട്ട് ഇതെടുത്തു, എന്നിട്ട് ഈടിട്. നീ പെണ്ണുഞ്ഞാ എന്റെ കുഞ്ഞു 1 2 3 എല്ലാം പറയുന്നുണ്ട്. പറഞ്ഞ 1 2 3 പറഞ്ഞ 1 2 3 പറഞ്ഞ ഗൈസിനോട്. 10 വരെ പറയണം. 1 2 3 4 5 പറ. 1 2 3 4 5 6 7 8 ഓനൊക്കെ 1 2 3 പറഞ്ഞാൽ ശരിയായില്ല കേട്ടോ. ഒക്കെ ചൂടുന്നുണ്ട്. അപ്പൊ കുട്ടപ്പനായിട്ട് റെഡിയാന്നുണ്ട്. ഈ പോകുന്ന വൈക്ക് നമ്മ ജുബിമാനം കൂട്ടുട്ടാ. ഇന്നലെ രാത്രി ഉമ്മാനെ ആഴാക്കിട്ട് വന്നത്. സോ ഇപ്പൊ നമുക്ക് പോകുമ്പോ കൂട്ടിട്ട് പോണം. ഇനി ഓണോയ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, പറ്റും നോക്കാം, ഇല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ അമ്മ പോവാൻ കഴിഞ്ഞേട്ടാ. സോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതേക്കണക്ക് ലൈക്കും കമൻറ്റും ഷെയർ അടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഇതിന് പോകുന്നത് ചന്തയിലല്ല, അത് തുറന്നെങ്കിൽ എങ്ങനെ കൊണ്ടുപോകും? നമ്മ എങ്ങനെ പോവും? അത് വേണ്ടായിരുന്നു, നമുക്ക് നെക്സ്റ്റ് അതിന് കൊണ്ടുപോവാം. നിന്റെ തന്നെ അക്ക് വേണ്ടാന്ന്. അത് പൊട്ടി മോനെ, അത് ജില്ലിക്കല്ല് കൊണ്ട് എല്ലാം പൊട്ടിയിട്ടാ. നിങ്ങളെ വീട്ടിലുണ്ടാ ഇങ്ങനത്തെ ഒന്ന്? ഒന്ന് മതിപ്പാ ഇവിടൊക്കെ. അതിനോ ഇത്ര പാങ്ങ റെഡി ആയിട്ട് എന്തെന്നായെന്നോ നീ ഇരിക്കുന്ന സ്റ്റൈലൊക്കെ. അപ്പൊ അതിന്റെ കെട്ടിയോണി ബേജാറിലിരിക്കുന്നുണ്ട്. എന്താ പറ്റിയും രമന? ഉറക്കി തെയ്യലേല, എത്ര ഉറങ്ങിയാലും തെയ്യാത്ത എന്റെ കെട്ടിയോണി. പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടാ. പോകുന്ന വയല് ഫുള്ള് ബ്ലോക്ക്. എന്തോ ഒരു കഷ്ടം. ഈ ചെക്കന് ഏത് ഗ്യാപ്പ് കിട്ടിയാലും ന്യൂസ് നോക്കുന്ന ഒരാള് കേട്ടോ. ഫുള്ള് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ട്രോഫി ഇതാ ഡിക്കിയിലുണ്ട്. അയ്യനു എന്താണ് പറയാനുള്ളത് ഈ ബ്ലോക്കിന്റെ കുറിച്ച്?
അയ്യോ അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ ഓക്കെ ഗൈസ്, ബ്ലോക്ക് കഴിഞ്ഞ പിന്നെ നമ്മൾ പോകുന്നു. ഗൈസ്, ഉമ്മാനെ കാത്തിക്കാൻ വന്നിട്ടുള്ളത്. ഉമ്മാനെ കാണില്ല, ഉമ്മാനെ നടുക്കി കയറ്റാം. നമുക്ക് ഈ സൈഡിലിരിക്കാം. ഒരു രക്ഷയില്ല, എനിക്ക് എനിക്കുണ്ടാവും. സോ ഉമ്മാനെ കയറ്റി ഇനി നമ്മ ഇവിടെ നേരെ പോകും. ഇന്നലെ ഇവിടെ വണ്ടി വെച്ചിട്ട് പോയത്, പക്ഷെ എന്താ പറയാ, ആൾ നിറച്ചുണ്ട്. ഇനി മംഗല കഴിഞ്ഞാ കാണുന്നില്ല, ആരും നമ്മ മാത്രമേ ഉണ്ടാവും. പോയി ഇന്നലെ ഒരു വണ്ടി വരില്ല. അതും ഇവിടെ പേരൻ്റെ അടുത്തും ആരും ഇല്ലേക്കാ. ഇത് വൈകുന്നേരം കുട്ടി കാണുന്നുണ്ട്. വണ്ടി സെറ്റ് പോകുന്നു, വണ്ടിയെല്ലാം സെറ്റാകുന്നുണ്ട്. നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ വന്നത് വേഗമായിപ്പോയോന്നറിയില്ല, പക്ഷെ ആരെ കാണുന്നില്ല കഴിച്ച്. അതാണ് പ്രശ്നം, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സോ നമ്മൾ വേഗത്തിൽ തോന്നുന്നു. ലൈറ്റെല്ലാം കത്തിക്കണം. ഗൈസ്, പാർക്കിച്ചെല്ലാം ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിച്ച എല്ലാവരും ഉണ്ട്. ഹായ് ആക്കി അതിച്ച എന്താ ഒരു മൂഡ് ഓഫ്? അതിച്ച എന്താ മൂഡ് ഓഫ്? ഉറങ്ങിച്ചതാ ഗൈസ്, ഉറങ്ങിച്ച ക്ഷീണം. രാത്രി ഉറങ്ങുമ്പോൾ ലേറ്റായാ? വെറുതെ അല്ല ഗൈസ്, ചെക്കൻ റെഡിയാൻ പോകുന്നില്ല അത്ര ഗൈസ്. സോ ആരും അങ്ങനെ എത്തില്ല. സോ നമ്മ കുറച്ച് ഡേയായി പോയി എന്ന് തോന്നുന്നു. എല്ലാവരും റെഡിയാണല്ലോ. ഞാൻ ഓക്കെ കഴിച്ചു. നമുക്കിനി ഈ ജ്യൂസ് കുടിക്കാം. ഓക്കെ, ഉള്ളിൽ പോയി നോക്കാം. മോളെ കുഞ്ഞുമോനെ ഫോൺ എടുക്കണം. ഗൈസ്, ഇത് പുതിയ അവളുടെ ബ്രദറാണ് കേട്ടോ. അയ്യോ, അയ്യനു കാര്യമായിട്ട് ഇവിടെ പണി ഒപ്പിക്കുന്നില്ല കേട്ടോ. അയ്യനു ഷൂ ഇട്ടിട്ടില്ല, അത് കയറിക്കൂടാ. അത്തച്ചതാ തിരക്കാൻ ഇടിയുണ്ട് കേട്ടോ. എല്ലാവരും ഓരോരാൾ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. സമാധാനം, കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ ഒരു സമാധാനം. നമ്മ മാത്രമല്ലല്ലോ എത്തിയത്, വേറെ വരുണ്ടല്ലേ പറഞ്ഞിട്ട്. അയ്യനിവിടെ ഫുള്ള് ദാദാഗിരി ആക്കുന്നുണ്ട് ഗൈസ്. ഫുള്ള് കണ്ട എൻ്റെ പൊന്ന് എല്ലാ ആളക്കുന്നുണ്ട്. ഒരു ബ്രദർ, അത് ഇത് ഉപ്പ, സെക്കൻഡ് ഉപ്പ കേട്ടാ. ബാബിന്റെ ഉപ്പ, ഗൈസ്. ഈ ചെക്കൻ്റെ ഉപ്പാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായത്. ഇത് ഒരു പുതിയ ഫ്രണ്ട്. നെക്സ്റ്റ് മംഗല കഴിക്കാനുള്ളതാ. കഴിച്ചതാ അച്ചാച്ചക്ക് മംഗല കഴിച്ചാ ഇനി കഴിക്കാനുള്ളതാ. ഓക്കെ ഗൈസ്, ചെക്കന്മാരുണ്ടെങ്കിൽ പറഞ്ഞ, അല്ല പെണ്ണ് ആരെയുണ്ടെങ്കിൽ കമ്മന് ഇട്ടാൽ മതി. ചെക്കന് കമ്മന് ബായിക്കും. സോ ഇത് ചെറുതാ. ഇത് ചെറുത്, ഇതിനിപ്പോൾ പെണ്ണൊന്നും നോക്കണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പാട്ടെല്ലാം ആണുണ്ട് ഗൈസ്. കുറച്ച് നേരം അയ്യൻ്റെ പാട്ട് കേട്ടോട്ടോ. എവിടെ പോയാലും മയ്യൻ്റെ പാട്ടുണ്ടാവും. അതാണ് മൈന. എല്ലാവരും ഒരു സൈഡ് ഉണ്ടെങ്കിൽ എൻ്റെ അയ്യനെ കണ്ട സ്റ്റേജിൽ കയറിയിട്ട് അല്ലാ, പെണ്ണ് വരുമ്പോഴത്തേക്ക് സ്റ്റേജ് ഉണ്ടായാൽ മതിയായിരുന്നു. കണ്ട മുതലാക്കി ഇവർ സ്റ്റേജിൽ പൈസ കൊടുത്തതിന് മുതലാക്കുന്നുണ്ട് കേട്ടോ. ബാ ബാ, പുതിയ നല്ല വരാനുണ്ടായിരുന്നു. പുതിയ നല്ല വരാനുണ്ട്. ഗൈസ്, എല്ലാവരെയും തൂവാരിക്കാൻ പെണ്ണിനടെ പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് തൂവാരിക്കാൻ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ചെക്കന്മാരൊന്നും താഴെ ഇറങ്ങിയിട്ടേ ഇല്ല. എല്ലാവരും പുതിയ ആപ്പിലേക്ക് വെയിറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. മോളിലുള്ളത്. സോ തൂവായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ആക്കി പോകുന്നുള്ളത്. എൻ്റെ പിന്നെ ഒരിക്കൽ റോട്ടിൽ നിന്ന് കണ്ടത് എന്തോ ആക്കാൻ പോകുന്നുള്ളത്. പടച്ചോനെ എന്തോ കണ്ടുനി. ലൈറ്റ് കത്തിച്ചത് അവന് കണ്ട്. അപ്പം അത് വേണം എനിക്ക്. അല്ലോ താങ്ക്സ്. അതിനിടയിൽ അയ്യാനും വന്നിട്ട് അമ്മി ചോറ് കഴിക്കാന്നാണ് ചേച്ചി ഓർത്തു. അത് പോന്നേ ഒട്ടച്ചോനെ. അതാ ചോറ് കഴിക്കാന്നാണ് ചേച്ചി പോകുന്നില്ല കേട്ടോ. അയ്യാനു ഈടല്ല നമുക്ക് അപ്പുറം പോയിട്ട് ചോറ് കഴിക്കാം. ആ
നമുക്ക് പയ്യെ ചോറ് കഴിക്കാം ബാ. ആഴ്ചാന്ന് ഇടുന്നില്ല ഞാൻ ഒരു അവതാരം കണ്ട നിങ്ങൾ എൻ്റെ പഠിച്ചോനെ ചിക്കൻ അങ്ങനെ ചീഞ്ഞ് പിന്നെ വയ്ക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. പക്ഷെ എൻ്റെ വ്ളോഗ് നേരെ കിട്ടാൻ വേണ്ടി എന്താ പരിപാടി ആരൊക്കെയെങ്കിൽ ഫോൺ കൊടുക്കണം. ഇതിനാരെ കാണുന്നില്ല. കാണുന്നില്ല ഗായ്സ് കാണുന്നില്ല. ഇതാരെ തല കാണില്ല എനിക്കിങ്ങനെ പെണ്ണിനെ കൂട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അവിടെ പോകാൻ വേണ്ടി ചെക്കൻ അതിൽ പോയി പെണ്ണിനെ കൂട്ടാൻ പറ്റില്ല. നമ്മൾ ആദ്യം പോകാൻ അവർ പോയി നമ്മളെ മുങ്ങാത്ത പുതിന കായ്സ് ഇത് കണ്ട ഈ മങ്ങത്തോടെ പയപ്പുണ്ടായല്ലേ. നമ്മള് ചമ്മൂട് സൈഡിൽ നിന്നിട്ട് പട്ടിഷോ കളിക്കുന്നുണ്ട്. സ്മോൾ ആണെങ്കിൽ ഉണ്ടാവുമെന്നറിയില്ല. പക്ഷെ ചെക്കന്മാരെ റൂം നോക്കാൻ പോണം. ആരെ കാണുന്നില്ല. ഫാനെല്ലാം ഇട്ടിട്ടുണ്ട്. സോ നോക്കി നോക്കാം. ഓക്കെ ഇനി പൂട്ടിയിട്ട് പോയിട്ടുണ്ടാവോ? ഇത് ഒരാൾ റൂമേ ഇല്ല ഗൈസ്. ഇതാ കാണിച്ചു തരാം. ഇതാണ് ഒരു നമ്മളില്ലാതെ എന്തൊരു കണ്ട അങ്ങനെ. ഇത് ഒരു ചെക്കൻ്റെ ഇവിടെ പോയി ആൾ ഫോട്ടോ പിരാന്ത്. ഇതൊരു ചെക്കൻ്റെ റൂം. സോ അതിന് ഇവിടെ ആടെ എ സി വെറുതെ ഇട്ടിട്ടുള്ളത് ഓഫാക്കിക്കോ. നമ്മ അവർക്ക് എന്താ പറയല്ലേ പൈസ ലാഭമൊക്കെ ഗൈസ്. രണ്ടാമത്തെ ഇതാണ്. ഇവിടെ കണ്ട ഇതാണ്. വാവ് 2 റൂം സൂപ്പർ. ഇത് ഞാൻ ഗൈസ്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? സ്കൂട്ട് അല്ല ആ ഡോർ അടിച്ചിട്ടുണ്ടായി. ഇതേട്ടാ ഇന്നൊരു ബെഡ്റൂം. ഗായ്സ് ചെക്കൻ ഇവർ പോകുന്നില്ല ഇതിട്ട ഇപ്പോ. ഗായ്സ് ചെക്കൻ പോയി. ഇനി നമ്മ പെണ്ണുങ്ങൾ പോവാൻ നിൽക്കുന്നില്ല കേട്ടോ. ബസ്സിൽ പോകുന്നവരെല്ലാം പോയി. നമ്മ കാറിൽ പോകുന്നവരെ വെയിറ്റ് പോയിട്ട് ഗൈസ് ഇനി ഇവിടെ ഫോട്ടോസ് എടുക്കൽ മത്സരമാണ് നടക്കുന്നത്. അപ്പോഴത്തേക്കിതാ ബാപ്പാടി ഷോ കാണിക്കുമ്പോൾ മോനിതാ. അപ്പോൾ അത് ഹെയർ സ്റ്റൈൽ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഇപ്പം തന്നെ ചെക്കൻ്റെ പെണ്ണിനെ പറ്റി പോകാൻ നിൽക്കുന്നുള്ളത് എല്ലാവരും. ഓഹോ എല്ലാവരും ഇറങ്ങി പോകുന്നു ഗൈസ്. ഞാനും പോകും. പക്ഷേ ട്രോഫി അതിൽ പോകുന്നുണ്ട്. എന്താ പറയുക പെണ്ണിൻ്റെ പേരൊക്കെ പോവാം. എല്ലാവരും ബസ്സിൽ പോകുന്നവരെല്ലാം പോയി. അതിന് നമ്മൾ 4 പോകുന്നവർ മാത്രം ബാക്കിയുള്ളത്. നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് പോകുന്നുണ്ട് ഗൈസ്. ഇതാണ് ബ്രൈഡ് അല്ല ഗ്രൂമിൻ്റെ സിസ്റ്റർ ഗൈസ്. സോ അതാ നമ്മളെല്ലാവരും ഇപ്പം പോകുന്നില്ലത് കേട്ടാ ഗൈസ്. വീട് നിൽക്കാതെ ഡിസ്കഷൻ പായിച്ചിട്ട് കൊടല് കത്തിട്ട് ഭാവിയുടെ കാലത്തപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തിന്നിട്ട് തീർക്കാതാണ്. ഹായ് ആക്ക ഹായ് ആക്ക. ആ ഗൈസ് എല്ലാവരും ഹായ് ആക്കും. കുഞ്ഞിന്റെ ഷൂ ബാ നമുക്ക് പോവല്ല. ഹായ് ഒരു കൂട്ടം ഗൈസ് വന്നു ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ 3 കാറ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഒരാൾക്ക് ഇരിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാരണം നമ്മളെ കാറിൽ പുതിയ അതിഥി വരുന്നുണ്ട് ഗൈസ്. അതാ വരുന്നു. ഇതിനിപ്പോ ഇതില് എക്സ്ക്യൂസ് മീ ഗൈസ് വണ്ടിയെല്ലാം നിർത്തിച്ചിട്ടുണ്ട്. എത്തിന്ന് തോന്നുന്നു ഗൈസ്. നമ്മ പെണ്ണിൻ്റെ അവിടെ എത്തി. പക്ഷെ ചെക്കൻ എത്തിയിട്ട നമ്മളെക്കാളും മുമ്പിൽ ചെക്കൻ വന്നിട്ട് എവിടെയോ മുങ്ങിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഇവിടെ കാറിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ചെക്കൻ എത്തിയോ ഇല്ലേന്ന് അറിയില്ല. വണ്ടി മൂവ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയോക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. തിട്ടാ ഇടയില് എടുവഴിയില് നമ്മൾ പോകുന്നു ഗൈസ്. എത്താറായി എത്തിയും തോന്നല്ലേ. കൊറേ പേരെല്ലാം കാണുന്നുണ്ട്. ഇതില് ഏത് പേരെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എല്ലാം മറ്റേ പേര ഇങ്ങോട്ട് തന്നെ. കാറെല്ലാം ഈ പേർക്ക് വെക്കുന്നില്ല തിട്ടാ. ഓക്കെ ഫുള്ള് കാർ തന്നെ. അങ്ങനെ ഗൈസ് നമ്മ ഈ വീട്ടിൽ കാർ വെക്കുന്നു. അത്ര തന്നെ. ഇനി പോയിട്ട് ബേക്കുന്നു. ഇവിടെ വണ്ടി വന്നിട്ട് വെച്ചിട്ട് 1/2 മണിക്കൂറായി. എന്നാലും പുതിയ എത്തിയിട്ടാ ഗൈസ്. ബാക്കിലാരെ വരുന്നുണ്ട്. കൊറേ നേരമായിട്ടാ ഇതിനുള്ളിൽ കുത്തിരിക്കുന്നു. ഞാനിപ്പോ ഉരുകി പോകിരേ. ഗൈസ് എത്തിയിട്ട് കൊറേ നേരമായി. പക്ഷെ ചെക്കൻ എത്താത്തതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റിട്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയ്യോ എല്ലാ കാറിനുള്ളിൽ എല്ലാ ആൾക്കാരുണ്ട്. ഞാൻ പോകുന്നില്ല മോനെ, ഞാൻ പോകുന്നില്ല. ഈ വീട്ടിൽ വന്നിട്ട് എന്നെ കളിപ്പിക്കുന്നുണ്ടായി. പത്തിരിങ്ങളെ ആരും വരുന്നത് കാണുന്നില്ല. ചെക്കനും വരുന്നില്ല, പെണ്ണും വരുന്നില്ല. പറഞ്ഞാണിക്ക് ആരും വരുന്നില്ല. ഞാന് അതോ ബത്തിക്കുന്നുണ്ട് ഗൈസ്. അനിയനെ വെയിറ്റ് ആക്കിയിട്ട് ഏട്ടത്തിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. പൈച്ചിട്ട് ഗൈസ്, വേറൊന്നും കൊണ്ടല്ല, പൈച്ചിട്ട് കാത്തിരിക്കുന്നു എല്ലാവരും. കുറേ ആൾക്കാരുണ്ട്. എൻ്റെ വീഡിയോ പുതിയാപ്പിള നോക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നില്ല. പുതിയാപ്പിള ഇവിടെ അയ്യോ എന്നെ കൊണ്ട് കഴിയുന്നില്ല. പൈച്ചിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കഴിയുന്നില്ല. അയ്യോ ഞാൻ ബോധം പോയിപ്പോ ഗായ്സ്. കാത്തിട്ട് എല്ലാവരും പറയുന്നു പാട്ടെല്ലാം പിന്നില്ല. പക്ഷെ പുതിയാപ്പിള എന്നെ ഗേറ്റ് കാത്തിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കാണുന്നില്ല. എന്താ പൈച്ചിട്ട് കുടല് കത്തുന്നുണ്ട്. ഫൈനലി ചെക്കൻ വന്നോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ നമ്മ പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് ക്ഷമ പോയി. 4 മണിയായി ഗൈസ്. 4 മണി. എല്ലാരും വിളിക്കുന്നുണ്ട്. അതിലെ പോണ്ടത്. ഏലെങ്കിലേ നമ്മ പോയാ മതി. നമുക്ക് ചോറിട്ടാ മതി. അത്ര ക്ഷമ പോയി. എവിടെ പോണ്ടത്? അങ്ങനെ ഉമ്മ വാ, എല്ലാരും വാ. ഞാൻ ആരും വിളിക്കുന്നില്ല. പൈച്ചിട്ട് പോകുന്നുണ്ട് ഗൈസ്. കിട്ടുന്നത് കഴിക്കൽ തന്നെ. പിന്നെ ആടെ ഇറച്ചി ഗൈസ്. പൈസ പൈപ്പിച്ച് പോകുന്ന പോക്കാണുള്ളത്. സോ എന്താ പറയാ പൈസ പൈപ്പിൽ ഇതെല്ലാം കാണുന്നുണ്ട്. ഭയ്യ കാണാട്ടാ. ഇത് തിന്നിട്ട് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം പെണ്ണിന്റെ പേർക്ക് കയറുന്നില്ലത് കേട്ടോ. ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഇനി പെണ്ണിന്റെ പേർക്ക് പോവാൻ നിൽക്കുന്നില്ലത്. നേരെ പെണ്ണിന്റെ പേർക്ക് പോകുന്നില്ലത് കേട്ടോ. എന്തില്ല നല്ല ഭയങ്കര ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് ഭയങ്കര നോക്കാം. നമുക്ക് പെണ്ണിന്റെ പേർക്ക് കയറാം. പെണ്ണിനെ കണ്ടിട്ടോ. പക്ഷെ ഉള്ളവളത്തിന് കാണിക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് കാണിക്കുന്നില്ല. ഗൈസ് പെണ്ണിന്റെ പേർക്ക് കയറാൻ പറ്റിച്ച. ഈ ചെക്കൻ വീണാണെല്ലായിട്ടുണ്ടായി. ഫുൾ സീനായി. അതുകൊണ്ട് നമ്മ പാർക്കിംഗ് ആക്കിയ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ പൊന്ന് ഒരു വലിയ കുഴി ഇട്ടോ. അതിന് പോകാൻ ജസ്റ്റ് ഉണ്ടായത്. ഞാൻ ഷോക്കിൽ വീണ്ടും പായുന്നത്. ഗൈസ് ഫൈനൽ പോവാൻ നിൽക്കുന്നില്ല കേട്ടാ. മറ്റേ പെണ്ണിന്റെ പേർക്ക് അയ്യോ പെണ്ണിന്റെ അവിടെ എത്തി. പെരേതൊന്നറിയില്ല. പക്ഷെ പോകുന്ന വഴി സീന് കേട്ടാ. റെസിഡൻസി അല്ലേ. സീന് പ്ലേസ് ഗൈസ്. അടിപൊളി. നല്ല രസമുണ്ട് സ്ഥലം. സ്വീഡും ചെക്കൻ എത്തിട്ടാ. അതുകൊണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ടിവിടെ ഇരിക്കുന്നില്ലത് ഇനി ചെക്കൻ. സോ അവർ ചെക്കൻ വന്നേ പിന്നെ നമുക്ക് പെണ്ണിന്റെ വീട്ടിൽ പോവാം. അതുവരെ നമുക്കത് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാം. അതിന്റെ കൂട്ടത്തിൽ നമ്മളെ മക്കൾസ് വെടി പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയോക്കാം. തളർന്ന് ഗൈസ്, തളർന്ന്. ഞാൻ ഹീലിട്ടത് കൊണ്ട് എന്റെ കാലിനെ പക്ഷെ എന്റെ ആക്കല് ഈ ഡ്രസ്സിന് ഹീലിട്ടെങ്കിൽ അങ്ങനെതോ നമ്മ ചെക്കൻ പേർക്ക് പോകുന്നുണ്ട് കേട്ടോ. ഓ പൊട്ടുന്നുണ്ട്.
ഒക്കെ പായുന്നുണ്ട്. PT ഉഷാനെ കണ്ടിട്ട് പായുന്നുണ്ട്. മുടി പൊട്ടി പോകെ നോക്കി. മറ്റേ അടുപ്പ് തീയാക്കി പണ്ട് അടുപ്പ് തീയാക്കി എങ്ങനെയല്ല ഇങ്ങനത്തെ പോകാൻ എല്ലാവരും പേർക്ക് കാണുന്നത്. അങ്ങനെയുണ്ട്. ചെക്കൻ പോകുന്നില്ല ദിവസമായിട്ടാ ആദ്യം തുടങ്ങിയത്. പക്ഷെ കോമഡി ഇതെന്നറിയോ, അതിനാടെത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അയ്യനെ ബാക്കിലേ പായണം. Second entry. അവിടെ സെക്കൻഡ് എൻട്രി ആണെങ്കിൽ ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ട എന്തായാലും എല്ലാരും ഇവിടെ നിന്നിട്ട് റോഡില് പറക്കുന്നുണ്ട്. ഇത് എന്ത് പൈസ എന്ന് പറഞ്ഞിട്ട് പറക്കുന്ന അവസ്ഥ കണ്ട. മതിയായാലും പൈസ എടുത്തപ്പാ എന്റെ പൊന്നെ ഒരു സീരിയസ്ലി ഒരു രക്ഷയില്ല കേട്ടാ. എന്താ പറയല് അയ്യനെ കൊണ്ട് നല്ല രസം കിട്ടാ കാണാന്. സെക്കൻഡ് ഉപ്പാൻ്റെ അവരെല്ലാം ഈ കാറിലുള്ളത്. അതിനിടയിൽ അയ്യാനും പാഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇപ്പൊ എത്ര നേരം എന്നറിയോ അവരെ ബാക്കിൽ നടന്നത്. നമുക്ക് അവിടെ പോയോക്കാം. പെണ്ണിന്റെ പേർക്ക് പോയിട്ടോ ഫുള്ളാണ്. ഇനി വീട്ടിൽ ബ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഭയ കളിക്കാതാ അന്വേഷണ തട്ടാൻ ഗായ്സിന് ഫുഡ് അടി ഗൈസ്. ഫുഡ് കേട്ടാ. അതിനിടയിൽ ഐസ്ക്രീം കിട്ടി. ഇതൊരാളിയന് ചങ്ക് ഹായ് ഹായ് ഗൈസ്. സെക്കൻഡ് എൻട്രി ഗൈസ്. ഗൈസ് എന്റെ പുത്രൻ ഗൈസ് അങ്ങനെ പെണ്ണിനെല്ലാം കണ്ടിട്ട് പോവാ നിൽക്കുന്നില്ല കേട്ടാ. വന്ന ബസ്സെല്ലാം പോവാ നിൽക്കുന്നില്ല ഗൈസ്. അപ്പം നമുക്ക് പോട്ടതോ പിള്ളമാരെ കളി തന്നെ നമ്മളെ കാറിൽ നിന്ന് കാണുമല്ലേ. അങ്ങനെ ഗായ്സ് മംഗലെല്ലാം കഴിഞ്ഞിട്ട് നേരെ തറക്ക് പോകുന്നില്ല കേട്ടാ. അപ്പോൾ ഓക്കെ ബൈ.